ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിലും പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ ആശങ്കയിലായി ബി.ജെ.പി. 5 മണിവരെ 60.19% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഏറ്റവും കൂടുതൽ പോളിംഗ് പശ്ചിമബംഗാളിലും കുറവ് മഹാരാഷ്ട്രയിലുമാണ്. മുസ്ലിം വിരുദ്ധത ആളിക്കത്തിച്ചുള്ള പ്രധാനമന്ത്രിയുടെ പ്രചാരണത്തിനും വോട്ടർമാരെ ബൂത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ല. വിവരങ്ങളുമായി സ്വാതി ചേരുകയാണ്. സ്വാതി, 1-2 ഘട്ടങ്ങളിൽ 66% മാത്രമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ നോക്കൂ, മൂന്നാമത്തെ ഘട്ടം എത്തി നിൽക്കുന്നു. ബി.ജെ.പിയെ സംബന്ധിച്ച് അങ്ങേയറ്റം ആശങ്കയുയർത്തുന്ന കണക്കുകളാണ് പുറത്തുവരുന്നത്. പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമിയിൽ യു.പിയിൽ 55% മാത്രമാണ് 5 മണിവരെയുള്ള പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം പശ്ചിമബംഗാളിലും ആസാമിലുമെല്ലാം 74% പോളിംഗ് രേഖപ്പെടുത്തുന്ന സ്ഥിതിയും ഉണ്ടായിരിക്കുന്നു. എങ്ങനെയാണ് ബി.ജെ.പിയുടെ ആശങ്കയെ വായിച്ചെടുക്കേണ്ടത്? തീർച്ചയായും നീലിമ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യ 2 ഘട്ടങ്ങളിലുണ്ടായ അതേ പോളിംഗ് ശതമാനത്തിലെ ഇടിവ് തന്നെയാണ് മൂന്നാം ഘട്ടത്തിലും കാണാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിലത്തെ കണക്ക് വരുമ്പോൾ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് 60.19 മാത്രമാണ്. നീലിമ സൂചിപ്പിച്ച പോലെ ആദ്യ 2 ഘട്ടത്തിൽ 66% പോളിംഗ് ആണ്. ഇപ്പോൾ 6 മണിയായിട്ടുണ്ട്. അവസാന കണക്കുകൾ പുറത്തേക്ക് വന്നാലും അധികമൊന്നും ഉയരാൻ സാധ്യതയില്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 73-ലധികം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും കുറവ് പോളിംഗ് മഹാരാഷ്ട്രയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുജറാത്തും കർണാടകയിലും ഒക്കെ ബി.ജെ.പിക്ക് വലിയ പ്രതീക്ഷയുള്ള സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ തന്നെയും വലിയ തരത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് ബി.ജെ.പി കേന്ദ്രങ്ങൾക്ക് വലിയ തരത്തിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. രാവിലെ തന്നെ പോളിംഗ് ആരംഭിച്ചെങ്കിലും ഇത്തരത്തിൽ പോളിംഗ് ശതമാനത്തിൽ ഒരു തരത്തിലുള്ള വർധനവും ഉണ്ടാകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. 93 മണ്ഡലങ്ങളാണ് ഇന്ന് വിധിയെഴുതിയത്. 1351 സ്ഥാനാർത്ഥികൾ ജനവിധി തേടിയിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് കേന്ദ്രമന്ത്രി അമിത്ഷാ അടക്കം ഡിംപിൾ യാദവ്, ശിവരാജ് സിംഗ് ചൗഹാൻ, സുപ്രിയ സുരെ അടക്കമുള്ള പ്രമുഖരൊക്കെ തന്നെ മത്സര രംഗത്തുണ്ടായിരുന്നു. ഈ മൂന്നാം ഘട്ടത്തിലെ പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായ കുറവ് വലിയ രീതിയിൽ തന്നെ ബി.ജെ.പിയെ ബാധിക്കും എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ബി.ജെ.പി നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള വിദ്വേഷ പരാമർശങ്ങൾ അടക്കം വലിയ തരത്തിൽ തിരിച്ചടിയാകും എന്ന് തന്നെയാണ് ഈ അവസാന ഘട്ടത്തിൽ പറയുവാൻ വേണ്ടിയുള്ളത്. മാത്രമല്ല, കർണാടകയിലെ സ്ഥാനാർത്ഥി രേവണ്ണയ്ക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമ പരാതി ഉൾപ്പെടെ ബി.ജെ.പിക്ക് വലിയ തിരിച്ചടി ഉണ്ടായേക്കും. എന്നാൽ അതേസമയം ബി.ജെ.പിയെ സംബന്ധിച്ച് അങ്ങേയറ്റം ആശങ്കയുയർത്തുന്ന കണക്കുകളാണ് ഈ മൂന്നാം ഘട്ടത്തിലും പുറത്തുവരുന്നത്. 60.19% പോളിംഗ് മാത്രമാണ് 5 മണിവരെയുള്ള കണക്കനുസരിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ആശങ്കയുയർത്തുന്ന കാര്യമെന്ന് പറയുന്നത് ബി.ജെ.പിയെ സംബന്ധിച്ച് അമിത്ഷായുടെയും മോദിയുടെയും സ്വന്തം ഗുജറാത്തിൽ 55.22% മാത്രമാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 1-2 ഘട്ടങ്ങളിൽ ഉണ്ടായ 66% അടുത്ത് മാത്രമേ മൂന്നാം ഘട്ടത്തിലും എത്താൻ കഴിയുള്ളൂ എന്നുള്ള കണക്കുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. സ്വാതിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.